ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു റിമോട്ട് കിറ്റാണ്. ഇത് ഇമ്രാണിക്സ് എന്ന കമ്പനി പുറത്തിറക്കുന്ന ഒരു 5.1 DSP റിമോട്ട് കിറ്റാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് TX110A. റിമോട്ട് കിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഡോൾബി DTS HD സപ്പോർട്ടുണ്ട്, 5.1 സപ്പോർട്ടുണ്ട്, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, ഡോൾബി ഡിജിറ്റൽ, ഡോൾബി പ്രോലോജിക് 2, സ്റ്റീരിയോ 2.1, മ്യൂസിക് 5.1, മൂവീസ് 5.1, പ്രോലോജിക് 2 5.1. ഇത്രയും സപ്പോർട്ടുള്ള ഒരു DSP റിമോട്ട് കിറ്റാണ്. ഇതിൽ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് HDMI ARC ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്, കോയാക്സിൽ ഉണ്ട്, ഓക്സ് ഇൻപുട്ട് ഉണ്ട്, USB, ബ്ലൂടൂത്ത്, FM ഉണ്ട്. ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇത് റിമോട്ട് കിറ്റ് നമുക്കൊന്ന് ബോക്സ് അൺബോക്സ് ചെയ്ത് നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ തന്നെ USB, ബ്ലൂടൂത്ത്, FM, ഓക്സ്, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ARC, HDMI, പിന്നെ ഇവിടെ സ്റ്റീരിയോ, മ്യൂസിക്, മൂവീസ്, പ്രോലോജിക് 2, PCM, AC3, DTS, റേഡിയോയുടെ ഫ്രീക്വൻസിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ എൻ്റെ പ്രസ് ബട്ടൺ സ്വിച്ച് ഉണ്ട്. ഇവിടെ മോഡ് സെലക്ട് ചെയ്യാം, നെക്സ്റ്റ്, പ്രീവിയസ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ ഫ്രണ്ട് പ്രസ് ബട്ടൺ സ്വിച്ചുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ ഒരുപാട് ഇൻപുട്ട് ഔട്ട്പുട്ട് സോഴ്സുകൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഇതിൽ വരുന്ന ആക്സസറീസ് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ മദർ ബോർഡ്. അതിൻ്റെ ബാക്ക് പാനലാണ്. 2 ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്, 2 കോയാക്സിൽ ഇൻപുട്ട് വരുന്നുണ്ട്. ഇതൊരു ഒപ്റ്റിക്കൽ ഇൻപുട്ടാണ്. അതിൻ്റെ HDMI ARC ആണ്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ട്. നോർമലായിട്ട് വരുന്ന 5.1 ആംപ്ലിഫയറിലെ റിമോട്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് USB സെലക്ട് ചെയ്യാം, ARC, ബ്ലൂടൂത്ത്, ഓക്സ്, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, FM, HDMI, പിന്നെ മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷന്, മ്യൂട്ട് ബട്ടണ്, ബാസ് കൂട്ടാം, ട്രബിൾ കൂട്ടാം. ബാസും ട്രബിളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സബ് വൂഫർ വോളിയം, പിന്നെ മെയിൻ വോളിയമാണ്, സെൻറ്റർ വോളിയം പ്ലസ് ആൻഡ് മൈനസ്, റിയർ വോളിയം പ്ലസ് ആൻഡ് മൈനസ്, ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വോളിയം പ്ലസ് ആൻഡ് മൈനസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റിപ്പീറ്റ്, റീസെറ്റ്, പിന്നെ നമുക്ക് ചാനലുകളുടെ സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട്, അതിൻ്റെയൊക്കെ ഡിലേ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ റിമോട്ട് കിറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ബാക്ക് പാനലൊരു മെറ്റൽ പ്ലേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പഴയ ആംപ്ലിഫയറുകളിലൊക്കെ 5.1 സെറ്റ് ചെയ്യുന്നെങ്കിൽ ഇത് പാനൽ കട്ട് ചെയ്തിട്ട് ഇത് വെച്ച് നമുക്ക് എൻ്റെ ബാക്ക് പാനൽ സെറ്റ് ചെയ്യാൻ രീതിയിൽ പ്ലേറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എൻകോഡർ കൺട്രോളാണ്. പിന്നെ USB പോർട്ടും വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കേബിളുകൾ. എല്ലാം ഫുൾ ബ്ലാക്ക് കേബിളുകളാണ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം നല്ല ലെങ്തുള്ള കേബിളുകളാണ്. നമുക്ക് എത്ര വലിയ ക്യാബിനിലായാലും നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് പാനലിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്തുന്ന രീതിയിലുള്ള നല്ല ലെങ്തി കേബിളുകളാണ് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്.
മൊത്തം ഈ റിമോട്ട് കിറ്റിൻ്റെ കൂടെ 7 കേബിളുകളാണ് ഇതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ കേബിൾ വരുന്നത്. ഇത് വരുന്നത് പിന്നെ വരുന്നൊരു കേബിളാണ്, വയറാണ് വരുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇത് നമ്മളിതിൻ്റെ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷൻസാണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ ഇത് കണക്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേയുടെ കണക്ഷൻ, ഇവിടെയാണ് വരുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ 8 പിന്നല്ല, ഒരു 10 പിന്ന് വരുന്നൊരു സോക്കറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ നമ്മുടെ റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് TX110 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കുണ്ട്, നോക്കിയാൽ കാണാം. അപ്പോൾ ആ വരുന്ന രീതി വേണം നമുക്കിത് കണക്ട് ചെയ്യാൻ. അതായത് ഇത്രയും ഭാഗം മാത്രം മതി നമുക്ക്. അതായത് ഈ മോഡൽ, അതായത് ഇതാണ് എൻ്റെ ടോപ്പ് സൈഡ് റിമോട്ട് കിറ്റിൻ്റെ. ഈ റിമോട്ടിൻ്റെ ടോപ്പ് സൈഡിൽ ഈ വയറിൻ്റെ എൻഡ് വരുന്ന രീതിയിൽ, ഇവിടെ ഫ്രീ ആയി നിൽക്കുന്ന രീതിയിൽ, ഇതേ രീതിയിലാണ് എൻ്റെ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷൻ കൊടുക്കേണ്ടത്. അടുത്ത രണ്ടാമത്തെ വലിയ കേബിൾ വരുന്നത് ഈ ബോർഡിൻ്റെ ഈ പോർട്ടാണ് എൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സബ് വൂഫർ, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്. ഏറ്റവും ലാസ്റ്റ് ഈ ഭാഗത്ത് ഇങ്ങേ അറ്റത്താണ് അതിൻ്റെ ഗ്രൗണ്ട് വരുന്നത്. ബാക്കി ഇവിടെ ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സബ് വൂഫർ, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, ലാസ്റ്റ് വരുന്നത് ഗ്രൗണ്ട്. ഒറ്റ ഗ്രൗണ്ട് കണക്ഷൻസാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്യാം. പിന്നെ അടുത്ത് ഇവിടെയാണ് അതിൻ്റെ HDMI. ഈ റിമോട്ട് കിറ്റ് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ HDMI എന്ന് എഴുതിയ ഒരു പിന്ന് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ളൊരു കേബിളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ അത് ചെയ്തിട്ടില്ല, നമ്മൾ തൽക്കാലം കാണിക്കാൻ വേണ്ടി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെയാണ് അതിൻ്റെ HDMI ARCയുടെ കണക്ഷൻ വരുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കിയാൽ ഇവിടെ കാണാം. HDMI നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇതിനടുത്ത് വരുന്നത് ഇവിടെയാണ് അതിൻ്റെ എൻകോഡർ കണക്ട് ചെയ്യേണ്ടത്. എൻകോഡർ പിന്നെ ഇവിടെയാണ് അതിൻ്റെ USB കണക്ഷൻ വരുന്നത്. പിന്നെ വരുന്നത്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണിത്, ഓഡിയോ ഔട്ട്, ഔട്ട്, ഗ്രൗണ്ട്, ഔട്ട്. അതായത് നമുക്ക് ഈ റിമോട്ട് കിറ്റിലെ ബ്ലൂടൂത്ത് വഴിയുള്ളതും USB വഴിയുള്ള ഓഡിയോയും വരുന്നത് ഇവിടുന്നെയാണ്, ഇതിലെ കൂടെയാണ്. ഇത് നമ്മളിവിടെ കണക്ട് ചെയ്യുക. ഇത് നമുക്ക് ബോർഡിൻ്റെ, മദർ ബോർഡിൻ്റെ ഈ ഭാഗത്തായിട്ട് കണക്ട് ചെയ്യും. ഈ പിന്നിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. ഇവിടെയാണ് എൻ്റെ ഓഡിയോ ഇൻപുട്ട് വരുന്നത്. ഇവിടേക്ക് കണക്ട് ചെയ്യുക. എന്നാലേ നമുക്ക് ബ്ലൂടൂത്ത് വഴിയും USB വഴിയുള്ള ഓഡിയോസ് നമുക്ക് വരത്തുള്ളൂ. പിന്നെ വരുന്നതിൻ്റെ പവർ ആണ്. ഇവിടെയാണ് അതിൻ്റെ സപ്ലൈ പോർട്ട് വരുന്നത്. ഇവിടെ വരുന്ന AC 9 വോൾട്ടാണ് കൊടുക്കേണ്ടത്. അതായത് 90 AC 2 ആംപിയർ കൊടുക്കുക. നമുക്ക് DC ആണെങ്കിൽ DC ആക്കിയതാണെങ്കിൽ നമുക്ക് DCയും കൊടുക്കുക. ഇവിടെ അത് പൊളാരിറ്റി പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയാലും യാതൊരു പ്രോബ്ലം ഇല്ല. DC നമുക്ക് പൊളാരിറ്റി മാറിയാലും 9 വോൾട്ട് ഒരു ബക്ക് കൺവെർട്ടർ വഴി കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ 1 ആംപിയർ ആണ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ബോർഡ് വർക്ക് ചെയ്യും നല്ല രീതിയിൽ. പക്ഷേ ഡിസ്പ്ലേയിൽ ഇച്ചിരി ബ്രൈറ്റ് കുറവായിരിക്കുന്നേ ഉള്ളൂ. 2 ആംപിയർ കൊടുത്താൽ ഡിസ്പ്ലേയിൽ നല്ല ബ്രൈറ്റ്നെസ് കിട്ടും. ഈ ഇലക്ട്രിക് നല്ല വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും.
ഇവിടെയാണ് അതിന് സപ്ലൈ കൊടുക്കേണ്ടത്. നമുക്കൊരു 9 വോൾട്ട് DC ആണെങ്കിൽ ബക്ക് കൺവെർട്ടർ പോലെ ഉപയോഗിച്ച് കറക്റ്റ് DC 9 വോൾട്ട് ആക്കിയിട്ട് കൊടുക്കുക. AC ആണെങ്കിൽ 90, 2 ആമ്പിയർ, 1.5 ആമ്പിയർ ഒക്കെ കൊടുക്കാം. മിനിമം 2 ആമ്പിയർ എങ്കിലും വേണം, എന്നാലേ ബോർഡ് ഡിസ്പ്ലേ ഒക്കെ നല്ല ബ്രൈറ്റോട് കൂടി വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് വരുന്നത്. ഇവിടെ ഞാൻ ഈ കണക്ഷൻ കൊടുത്തതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അവർ തന്ന കേബിളിലുണ്ട്, HDMI. കാരണം അതിൻ്റെ ഇവിടെ കൊടുക്കുന്ന വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കൊടുക്കുന്നത്. ആ കേബിൾ അവർക്ക് വിട്ടുപോയതാണെന്ന്. വേറൊരു റിമോട്ട് കിറ്റ് ഉണ്ട്, അത് ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിക്കാം. അത് ഓൾറെഡി ആംപ്ലിഫയറിൽ ഫിക്സ് ചെയ്തതാണ്. ഇതാണ് ഇമ്രാനെക്സിൻ്റെ ഡോൾബി DTS DSP റിമോട്ട് കിറ്റ്. നല്ല അടിപൊളി സൗണ്ട് ക്ലാരിറ്റിയാണ്, യാതൊരുവിധ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്ലഗ് ആൻഡ് പ്ലേ ആണ്, ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നൊരു അടിപൊളി റിമോട്ട് കിറ്റാണ്. അത്ര വലിയ പ്രൈസും ഒന്നും വരുന്നില്ല. ഇതിവിടെ സപ്ലൈ ചെയ്യുന്ന, ഹോൾസെയിൽ സപ്ലൈ ചെയ്യുന്നത് ബിസ്മി ഓഡിയോസ് പൊള്ളാച്ചിയാണ്. അവരെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ അവർ തരുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് 5000 രൂപയ്ക്കകത്തേ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓണായി വരുമ്പോൾ ഇതേപോലെ സ്റ്റാൻഡ് ബൈ മോഡിലാണ് ആദ്യം വരുന്നത്. ഇവിടെ എൻ്റെ സ്റ്റാൻഡ് ബൈ പ്രസ് സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഞെക്കിയാൽ ഓണാകും. ഇവിടെ നമുക്ക് സോഴ്സ് സെലക്ട് ചെയ്യാം, ഒപ്റ്റിക്കല്, കോയാക്സിയൽ, ARC, USB, ബ്ലൂടൂത്ത് ഒക്കെ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് അതിൻ്റെ മോഡ് സെലക്ട് ചെയ്യാം, Logic 2, സ്റ്റീരിയോ. അതേപോലെ നമുക്ക് ഈ മോഡുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ വോളിയം, ഇത് മെയിൻ വോളിയമാണ്, മാസ്റ്റർ വോളിയം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാസ്, നമുക്ക് 12 ലെവൽ വരെ ബാസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ട്രബിളും നമുക്ക് 12 ലെവൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്, റൈറ്റ്, സെൻട്രൽ, സറൗണ്ട്, സബ്വൂഫർ, ഇതിൻ്റെയൊക്കെ വോളിയം നമുക്ക് 50 ലെവൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. ഇതേ രീതിയിലാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്.